The Gospel according to St. John chapter 12 verse 3. Then Mary took a pound, very costly oil of spikenard, anointed the feet of Jesus and wiped his feet with her hair, and the house was filled with the fragrance of the oil. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛട മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. On the Wednesday of Holy Week, Mary of Bethany performs an act so lavish, so intimate, that it scandalized the practical minded. ബethanyയിലെ മറിയ വിലയേറിയ തൈലം യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തിയപ്പോൾ അവിടെ ഇരുന്ന പരീശന്മാരെ അവൾ അസ്വസ്ഥരാക്കി. But what some saw as waste, Jesus received as worship. യേശുവിൻ്റെ കൂടെ ഇരുന്ന ചിലർ വിലയേറിയ തൈലം വെറുതെ കളയുന്നു എന്ന് മറിയയെ ആക്ഷേപിച്ചപ്പോൾ യേശു അവളുടെ കയ്യിൽ നിന്ന് അത് ആരാധനയായി സ്വീകരിച്ചു. In pouring out the expensive perfume, Mary poured out her heart, her gratitude, her reverence, her love. സുഗന്ധ തൈലം കാലിന്മേൽ ഒഴിക്കുന്നതിലൂടെ മറിയ അവളുടെ ഹൃദയത്തെയാണ് കർത്താവിന് നൽകിയത്. അവളുടെ നന്ദി പ്രകടനവും അവളുടെ ഭക്തിയും അവളുടെ സ്നേഹവും. She recognized what even his disciples struggled to grasp. Jesus was heading to the cross. കർത്താവ് കുരിശിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്ന് അവൾക്ക് അറിയാമായിരുന്നു. This anointing was no empty ritual. It was a prophetic act of surrender, the fragrance of love given without calculation. ഈ തൈലം പൂശൽ പാഴായ ചില ആചാര അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ അല്ലായിരുന്നു, പിന്നെയോ സമർപ്പണത്തിൻ്റെ പ്രതീകമായിരുന്നു. സ്നേഹത്തിൻ്റെ സൗരഭ്യം ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും കണക്കുകൂട്ടാതെ സ്നേഹത്തിൻ്റെ സൗരഭ്യം നൽകി എന്നുള്ളതാണ്. Mary did not wait for a convenient time or public approval. Her worship was timely, vulnerable, costly. മറിയ യേശുവിൻ്റെ കാലിൽ തൈലം പൂശിയപ്പോൾ അത് ആരാധനയായിരുന്നു. തക്ക സമയത്തെ ആരാധന, വിലയേറിയ ആരാധന. In this Holy Week, we are called to be like Mary, not just to admire Christ from a distance, but to kneel at his feet, to pour out our hearts and let our homes, lives and churches be filled with the fragrance of sincere devotion. ദൂരെ നിന്ന് ക്രിസ്തുവിനെ കാണുന്നവരാകാതെ അടുത്തു വന്ന് അവൻ്റെ കാലിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ ആലയങ്ങളും യഥാർത്ഥ ആരാധനയുടെ സൗരഭ്യം കൊണ്ട് നിറയട്ടെ. What is our perfume? What is our offering? നമുക്ക് സൗരഭ്യമായി നൽകുവാൻ എന്താണ് ഉള്ളത്? നമുക്ക് കാഴ്ചയായി നൽകുവാൻ എന്താണ് ഉള്ളത്? May we too give him our all before the cross. നമുക്കുള്ള സർവ്വതും കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.